ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചെന്ന് SFI. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റി അധ്യാപികയായും ലക്ഷ്മി നായർ തുടരില്ലെന്ന് ഉറപ്പ് കിട്ടി. വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റിക്ക് പകരം ചുമതല. ഇക്കാര്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് ലഭിച്ചെന്ന് SFI. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ മാധവൻ പോറ്റിയെ പ്രിൻസിപ്പാളിൻ്റെ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ കുറഞ്ഞത് 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ട് പോലും ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പും SFI സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് SFI കാണുന്നത്. കാരണം ഇവിടെ ലക്ഷ്മി നായരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെൻറ്റ് നിർബന്ധിക്കപ്പെട്ടു. അവർ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഫാക്കൽറ്റി ആയിട്ട് പോലും ഈ സ്ഥാപനത്തിലേക്ക് ചുരുങ്ങിയത് 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പ് ഞങ്ങൾ എഴുതി ഇതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചിരിക്കുകയാണ്. ലക്ഷ്മി നായർ അക്കാദമിക് കാര്യങ്ങളിലടക്കം ലോ കോളേജിലെ ഒരു പ്രവൃത്തിയിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എഴുതി വാങ്ങിച്ച ഉറപ്പ്. ജീവൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജീവൻ, SFI സമരം അവസാനിപ്പിച്ചിരിക്കുന്നു, പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരും. എന്തൊക്കെ ഉറപ്പുകളാണ് SFIക്ക് ലഭിച്ചിരിക്കുന്നത്? മനു, SFIയുമായി നടന്ന ചർച്ചയിൽ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ജെ തോമസ്, SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ, അതോടൊപ്പം പ്രതിൻ സാജി കൃഷ്ണ, SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നിവരാണ് പങ്കെടുത്തത്. കൃത്യമായ ഉറപ്പ്, രേഖാമൂലമുള്ള ഉറപ്പ്, 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ ഈ സ്ഥാനത്തുണ്ടാവില്ല, അത് പ്രിൻസിപ്പളായും അധ്യാപികയായും ഉണ്ടാവില്ല എന്ന രേഖാമൂലമായ ഉറപ്പ് SFIക്ക് ഇന്ന് രാവിലെ 11 മണി മുതൽ നടന്ന ചർച്ചയിൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങുന്നതിനായി തീരുമാനിച്ചത്. ഒപ്പം സമരത്തിന് ആധാരമായി ഉയർത്തിക്കൊണ്ടുവന്ന നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇന്റേണൽ മാർക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ഗ്രീവൻസ് സെല്ല്, ഒരു അപ്പലൈറ്റ് അതോറിറ്റി ഈ കാര്യത്തിൽ ഉണ്ടാവണം. അത് രൂപീകരിക്കുന്നതിനായി മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. മാനേജ്മെന്റ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം കോളേജ് ഹോസ്റ്റലുകളിൽ, കോളേജിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തുമെല്ലാമായി സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ അവ നീക്കം ചെയ്യുന്നതിനായി മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി പീഡനങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷിക്കുന്നതിനും ഏതു തരത്തിലുള്ള പരാതികൾ നൽകുന്നതിനും ഈ കാര്യത്തിൽ ഒരു വേദി ഉണ്ടാവും എന്ന ഉറപ്പ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഒരു ക്ലാസ് ക്യാമ്പയിനിൽ തുടങ്ങി ഉണ്ടായ തർക്കം പിന്നീട് ഒരുപറ്റം വിദ്യാർത്ഥികൾ AISFന്റെയും KSUവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം, അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പലിൻ്റെ രാജി എന്ന തരത്തിലേക്ക് പുതിയ മുദ്രാവാക്യം രൂപപ്പെടുന്നു. ഒടുവിൽ 21ാമത്തെ ദിവസം മാനേജ്മെന്റുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ SFI സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പ്രവർത്തകർ സമരം തുടരുകയും ചെയ്യുന്നു. ഇവിടെ മനു, 2 പോസിബിലിറ്റീസാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ഒന്ന്, ഈ സമരം ഈ SFIയുമായുള്ള ചർച്ച അവസാനിച്ചതിനു ശേഷം കോളേജിൻ്റെ ഡയറക്ടർ കൂടിയായ കൊലിയക്കോട് നാരായണൻ നായർ വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി. പ്രധാനമായും 2 സംശയങ്ങൾ മാധ്യമപ്രവർത്തകരായ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഏറ്റവും പരമപ്രധാനമായി ഉണ്ടായിരുന്നത്, ലക്ഷ്മി നായർ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന് വരുമ്പോൾ അത് മാനേജ്മെൻറ്റും ലക്ഷ്മി നായരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു. ലക്ഷ്മി നായർ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ മാനേജ്മെന്റ് തന്നെ ഏകപക്ഷീയമായി തന്റെ വാദം കേൾക്കാതെ മാറ്റി എന്ന തരത്തിൽ ലക്ഷ്മി നായർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മാനേജ്മെന്റിന്റെ നിലപാട് എന്ന വാദത്തിന് കൃത്യമായ മറുപടി കൊലിയക്കോട് നാരായണൻ നായർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യത്തിൽ യാതൊരു തരത്തിൽ ഈ തരത്തിൽ കോളേജിന്റെ അഭിഭാഷകൻ തന്നെ ലക്ഷ്മി നായർ അത്തരത്തിലൊരു വാദവുമായി മുൻപോട്ട് വരികയാണെങ്കിൽ അതിനെ കോടതിയിൽ എതിർക്കും എന്നൊരു വാദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്ന തരത്തിലേക്ക് പിന്നെ എങ്ങനെയാണ് പറയാനാവുക എന്നത് ഒരു ചോദ്യം പിന്നെ അവിടെ ഉണ്ടായി. 2, പ്രധാനമായും ഇവിടെ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, SFIയുമായി മാത്രം ചർച്ച നടത്തിക്കൊണ്ട് മാനേജ്മെന്റ് ഈ സമരം ഒത്തുതീർപ്പാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനമായും ഉയർന്നൊരു വാദം. ആ വാദവും നമ്മൾ മാനേജറുടെ മുന്നിൽ ഉയർത്തുകയുണ്ടായി. എന്നാൽ അതിന് കൊലിയക്കോട് നാരായണൻ നായരുടെ മകൻ നാഗരാജ് നാരായണനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും തങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, തങ്ങൾ ഫോണിലൂടെ അവരെ ബന്ധപ്പെട്ടിരുന്നു, എന്നാൽ അവർ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല. SFI മാത്രമാണ് വരാൻ തയ്യാറായത്. മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ വന്നിരുന്നുവെങ്കിൽ അവർക്കും രേഖാമൂലമുള്ള ഉറപ്പ് നൽകുമായിരുന്നു എന്ന വാദം, ആ ബൈറ്റ് അല്ലെങ്കിൽ ആ മറുപടിയാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തെത്തി നമ്മൾ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ സമരം തുടരും. കാരണം
ഈ സമരത്തിൽ പരമവും പ്രധാനവുമായി ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്മി നായരുടെ രാജി തന്നെയാണ്. ആ രാജി എന്ന വാദത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഇനി സാധ്യമല്ല എന്ന തരത്തിലാണ് അവർ പറയുന്നത്. നമ്മൾ അനൗദ്യോഗികമായി ഇതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ ബന്ധപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ധാരണയുണ്ടാവും. എന്നാലും ലക്ഷ്മി നായരുടെ രാജി എന്ന വാദം അവർ ഉയർത്തിപ്പിടിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാവുകയാണ്. കാരണം കോളേജ് യൂണിയൻ ഭരിക്കുന്ന SFI ഒരുപക്ഷെ ക്യാമ്പസിലെ ഒരു പ്രബല വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. അവർ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സമരം തുടരും. സമര പന്തൽ ഇവിടെ ഉണ്ടാവും. ഇതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വി മുരളീധരൻ നിരാഹാരവും തുടരും. അതുകൊണ്ട് തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിന് വീണ്ടും ഇടപെടേണ്ടതായി വരികയാണ്. സർക്കാരിലേക്ക് പന്ത് വീണ്ടും മാറുന്നു. സർക്കാരിന് മുന്നിൽ സർക്കാർ ഒരു കോമ്പറ്റന്റ് അതോറിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി ഏത് തരത്തിലാണ് സർക്കാർ ലോ അക്കാഡമി കോളേജ് മാനേജ്മെന്റിന്റെ മുന്നിൽ നിർദ്ദേശം വെക്കുക? രാജിവെക്കണം എന്ന സർക്കാരിന്റെ നിർദ്ദേശം ലോ അക്കാഡമി മാനേജ്മെന്റ് അംഗീകരിക്കുമോ? അല്ലെങ്കിൽ സർക്കാരിന് അവരെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള വാദമാണ് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാവുക എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ ASF, KSU, ABVP, MSF എന്നീ സംഘടനകൾ സമരം തുടരുകയും SFI സമരം അവസാനിപ്പിച്ച് പന്തൽ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് ലോ അക്കാഡമി കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാവുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ വെച്ച് ക്ലാസുകൾ നടത്താമെന്നതാണ് മാനേജ്മെൻറ്റ് കരുതുന്നത്. എന്നാൽ നാളെ നടക്കാൻ പോകുന്ന ക്ലാസുകൾ ഉപരോധിക്കുമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ നാളെ നടക്കുന്ന കോളേജ് ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഈ കാര്യത്തിൽ അവരുടെ സംഘടനാ കമ്മിറ്റികൾ ചേർന്ന് കൂടുതൽ തീരുമാനങ്ങൾ എടുത്ത ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഇനി ഒരു പുതിയ നിലപാടുണ്ടാവുക. എന്തായാലും കാര്യങ്ങൾ അവസാനിക്കും എന്ന് കരുതിയെടുത്തു നിന്ന് വീണ്ടും ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഈ സമരം വീണ്ടും തുടരുന്നു എന്നതാണ് ഇതിന്റെ വേറൊരു പശ്ചാത്തലവും. മനു, തീർച്ചയായിട്ടും ഈ അവസാനിക്കും എന്ന ഇടത്ത് നിന്ന് വീണ്ടും സമരം പുതിയൊരു തലത്തിലേക്ക് ആരംഭം കുറിക്കുമ്പോൾ ലോ അക്കാദമിക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ജീവൻ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള സമീപനം വരുന്നു എന്ന സൂചനയല്ലേ ലഭ്യമാകുന്നത്? തീർച്ചയായും അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് SFI കാണുന്നത്. കാരണം ഇവിടെ സർക്കാർ ഈ കാര്യത്തിൽ ചില നടപടികൾ ഇതിനോടകം ലോ അക്കാഡമി മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉതകുന്ന വിധമുള്ള ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ ഈ കാര്യത്തിൽ ഒരു കത്ത് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന് നൽകിയിട്ടുണ്ട്. അത് ലോ അക്കാഡമിയുടെ മാനേജ്മെന്റിന് സർക്കാർ 1968 അനുവദിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ഒരു കത്ത് ഈ കാര്യത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ സെക്രട്ടറിയെ ഇത് പരിശോധിക്കാൻ റവന്യൂ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും അതൊരു സമ്മർദ്ദം തന്നെയാണ്. രണ്ട്, സർക്കാരിൻ്റെ ഗ്രാൻഡ് അത് പുന്നൻ റോഡിലുള്ള റിസർച്ച് സെന്ററിനായി 1 ലക്ഷം രൂപ പ്രതിവർഷം സർക്കാരിൽ നിന്ന് ലോ അക്കാഡമി മാനേജ്മെന്റ് ലഭിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതോടൊപ്പം പരമപ്രധാനമായി സിൻഡിക്കേറ്റിൻ്റെ ഒരു റിപ്പോർട്ട് ഈ കാര്യത്തിലുണ്ട്. അത് ലോ അക്കാഡമി കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ, പീഡനങ്ങൾ അവയാകെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ റിപ്പോർട്ട് നിലവിൽ ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയാകെ മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ പര്യാപ്തമാം വണ്ണം നിലവിലുള്ളത് തന്നെയാണ്. അവയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ലോ അക്കാഡമി മാനേജ്മെന്റുമായി ചർച്ച നടത്തണമെന്നതാണ് ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. പക്ഷേ അവിടെ അത് പറയുമ്പോൾ പോലും സർക്കാർ ഒരു കോമ്പറ്റന്റ് അതോറിറ്റി അല്ല. ലക്ഷ്മി നായരെ നിയമിച്ചിരിക്കുന്നത് സർക്കാരല്ല. എയ്ഡഡ് കോളേജിന്റെ ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനുള്ള അധികാരം പോലും കേരള എഡ്യൂക്കേഷൻ റൂൾ KER പ്രകാരം അത് മാനേജറിൽ നിക്ഷിപ്തമാണ്. അല്ലെങ്കിൽ അങ്ങനെ എതിരായി വന്നിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രിൻസിപ്പൽ മാനേജ്മെന്റിനോ സർക്കാരിനോ എതിരായി പോയ ഘട്ടങ്ങളിലെല്ലാം പ്രിൻസിപ്പലിന് അനുകൂലമായി വിധിയുണ്ടായതായിട്ടുള്ള ചില മുൻ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ചില നിയമപരമായ ചില പ്രശ്നങ്ങളും ഈ കാര്യത്തിൽ ഉയർന്നു വരും. സ്വാഭാവികമായും രണ്ട് വാദങ്ങളും കേൾക്കേണ്ടതായി വരും. പക്ഷേ സർക്കാരിന് ലോ അക്കാഡമി മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന ചില വാദങ്ങൾ ഉയർത്താൻ കഴിയുമെന്നത് തീർച്ചയായും നമ്മുടെ മുന്നിൽ പ്രസക്തമാണ്.
അതോടൊപ്പം ശരി ശരി ജീവനാണ് മാനേജ്മെന്റിനും തിരുവനന്തപുരത്തു നിന്നും ലോ അക്കാദമിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോ അക്കാദമിയിൽ SFI സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റാൻ സമ്മതിച്ചതിനെ തുടർന്നാണ് 5 വർഷത്തേക്ക് മാറ്റാൻ സമ്മതിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ SFI സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരുകയും ചെയ്യും. സമരം അവസാനിച്ചു എന്നയിടത്ത് നിന്ന് പുതിയ തലങ്ങളിലേക്ക് സമരം തുടരുന്ന സാഹചര്യങ്ങളാണ് ലോ അക്കാദമിയിൽ നിലനിൽക്കുന്നത്. ലോ അക്കാദമിക്കെതിരെ കർശന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥ് നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖേന കേരള സർവകലാശാലയ്ക്കാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത്. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ലോ അക്കാദമി പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സംബന്ധിച്ച് എടുത്ത തീരുമാനങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു. കോഴ്സ് റെഗുലേഷനിലെ ന്യൂനതകൾ, ഇന്റേണൽ മാർക്ക് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഉപസമിതി അടിയന്തരമായി യോഗം ചേർന്ന് ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി ലോ അക്കാദമി പരിസരത്ത് കെട്ടിയ സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലക്ഷ്മി നായർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. വിദ്യാർത്ഥി സമരം ഒരു തരത്തിലുള്ള സഞ്ചാര തടസ്സവും ഉണ്ടാക്കുന്നില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശം നൽകി. പന്തൽ കെട്ടിയത് കോളേജിലേക്കുള്ള സഞ്ചാര സൗകര്യത്തിന് തടസ്സമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലക്ഷ്മി നായർ ഹൈക്കോടതിയെ സമീപിച്ചത്. ലോ അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടതായി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും. VSന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കത്ത് കണ്ട ഉടനെ റവന്യൂ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. റിപ്പോർട്ട് വരുന്ന മുഴക്ക് ന്യായമായ രീതിയിൽ അത് നിയമപരമായ നടപടികളുമായി മുന്നോട്ട്. അദ്ദേഹത്തിന്റെ കത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളെല്ലാമാണ് അന്വേഷിക്കുന്നത്. ലോ അക്കാദമി കള്ളപ്പണം വെളുപ്പിച്ചതായി പരാതി. ആദായനികുതി വകുപ്പിനാണ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചത്. നോട്ട് നിരോധനത്തിന് ശേഷം സഹകരണ ബാങ്കിൽ ലോ അക്കാദമി 2 കോടിയോളം രൂപ നിക്ഷേപിച്ചതായാണ് പരാതി. 2 അക്കൗണ്ടുകളിലായാണ് പണം നിക്ഷേപിച്ചത്. എന്നാൽ ഇത് കോളേജിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച പണമാണെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. അതേസമയം കോളേജിൽ ഇത്തരമൊരു പണപ്പിരിവ് നടന്നിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. മറ്റക്കര ടോംസ് കോളേജിൽ വിദ്യാർത്ഥി പീഡനത്തിന് പുറമെ വൻ ഫീസ് കൊള്ളയും. കരാർ പ്രകാരം 1 വർഷം വാങ്ങേണ്ടത് 90,000 രൂപ എന്നിരിക്കെ ടോംസ് കോളേജ് വാങ്ങുന്നത് 2,14,000 രൂപയാണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം അധികമായി വാങ്ങുന്നത് 1,24,000 രൂപ. 4 വർഷമായി 4,96,000 രൂപയും. മറ്റക്കര ടോംസ് കോളേജിൽ വിദ്യാർത്ഥി പീഡനത്തെ തുടർന്ന് സർവകലാശാല കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഫീസ് കൊള്ളയുടെ തെളിവും പുറത്തുവരുന്നത്. സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 2 സെമസ്റ്ററുകളിലായി ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം വാങ്ങേണ്ടത് 90,000 രൂപയാണ്. എന്നാൽ ടോംസ് കോളേജ് വാങ്ങുന്നതാകട്ടെ 2,14,000 രൂപ. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1 വർഷം അധികമായി വാങ്ങുന്നത് 1,24,000 രൂപയും. സ്പെഷ്യൽ ഫീസായി 25,000 രൂപ, സർവകലാശാലയും പരീക്ഷാ ഫീസുമായി 5,000 രൂപ, ഉപകരണങ്ങൾ, യൂണിഫോം എന്നിവയ്ക്കായി 15,000, സ്പെഷ്യൽ ഫെസിലിറ്റി ഫീസായി 10,000, ഹോസ്റ്റൽ ഫീസായി 60,000 എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ നിന്നും തുക ഈടാക്കുന്നത്. 4 വർഷമായി ബിടെക് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥി നിയമപ്രകാരം നൽകേണ്ടത് 3,60,000 രൂപയാണെങ്കിൽ മറ്റക്കര ടോംസ് കോളേജ് വാങ്ങുന്നത് 8,56,000 രൂപയാണ്. കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും അധികമായി ഈടാക്കിയ ഫീസ് തിരികെ നൽകണമെന്നും വിദ്യാർത്ഥികൾക്ക് സർക്കാർ കോളേജിൽ പഠനം ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രമായ ടോംസ് കോളേജിൽ അവിടെ ഫീസിന്റെ പേരിലും വൻ പിടിച്ചുപറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടോംസി ജോസഫ്. ഈ തുക തിരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കപ്പെടുകയും കുട്ടികളെ മറ്റൊരു ഗവൺമെന്റ് കോളേജിലേക്ക് മാറ്റുകയും ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. സ്വാശ്രയ കോളേജുകളിൽ നിലനിൽക്കുന്ന തീവെട്ടിക്കൊള്ളയിലേക്കും അരാജകത്വത്തിലേക്കുമാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഷീജ, തിരുവനന്തപുരം. പാർലമെന്റിൽ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളത്തെ ബജറ്റ് അവതരണം പുതിയ യുഗത്തിനുള്ള തുടക്കമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बजट की भी बारीकी से चर्चा हो. पहली बार बजट 1 फरवरी को हो रहा है. आप सबको स्मरण होगा, हमारे देश में पहले बजट शाम को 5 बजे प्रस्तुत किया जाता था. जब अटल जी की सरकार थी तब से उसे समय परिवर्तित करके सुबह सदन प्रारंभ होते ही बजट शुरू हुआ. आज
കേന്ദ്ര ബജറ്റിൽ കണ്ണുനട്ട് കേരളവും. ബജറ്റ് നോട്ട് നിരോധനത്തിന്റെ കുമ്പസാരമാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ധനകമ്മി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശം നൽകണം. നാണ്യവിളകൾ, വരൾച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള ധനസഹായം നൽകുമോയെന്നും കേരളം ഉറ്റുനോക്കുന്നു. നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ ജനങ്ങൾ കരകയറുന്നതിന് മുൻപാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ താളം തെറ്റിയ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്തെങ്കിലും കൈത്താങ്ങ് ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ബജറ്റ് നോട്ട് നിരോധനത്തിന്റെ കുമ്പസാരമാകുമെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക് പറഞ്ഞു. വരാൻ പോകുന്ന കേന്ദ്ര ബഡ്ജറ്റ് നോട്ട് റദ്ദാക്കലിന്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു കുമ്പസാരമായിരിക്കും. 7.6% വേഗതയിൽ വളർന്നുകൊണ്ടിരുന്ന ഇന്ത്യ രാജ്യത്തെ വളർച്ച 6.6 ആയിട്ട് താഴ്ത്തിയിരിക്കുകയാണ് ഈ നോട്ട് റദ്ദാക്കൽ. 4% ധനക്കമ്മി എന്നത് മാറ്റിവെച്ച് അത് ഉയർത്താൻ കേന്ദ്രം നിർബന്ധിതരാകും. എന്നാൽ അതിനുള്ള അവകാശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണമെന്നും ഐസക് ആവശ്യപ്പെട്ടു. ഇപ്പൊ കേരളത്തിന് കേന്ദ്രത്തോട് പറയാനുള്ളത് ആ അവകാശം സംസ്ഥാനത്തിനും തരണം. രാജ്യത്ത് സാമ്പത്തിക മുരടിപ്പാണ്, അതുകൊണ്ട് ഞങ്ങള് സർക്കാർ ചെലവുകൾ ഉയർത്താൻ പോകുന്നു കേന്ദ്രം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈയും കാലും കെട്ടിയിടരുത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വലിയ തോതിൽ കുറഞ്ഞ പശ്ചാത്തലത്തിൽ തൊഴിലുറപ്പിന്റെ അടങ്കൽ വർദ്ധിപ്പിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. നാണ്യവിളകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സമഗ്രമായ ഇൻഷുറൻസ് ഉറപ്പാക്കണം. സംസ്ഥാനം നേരിടുന്ന കഠിനമായ വരൾച്ചയ്ക്കും ഫാക്ട് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകണം എന്നതുമാണ് സംസ്ഥാനത്തിന്റെ മറ്റു പ്രതീക്ഷകൾ. എസ് ഷീജ, തിരുവനന്തപുരം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിൽ വിവിധ മേഖലകളിൽ കാർഷിക രംഗത്തെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദിക്കാൻ കഴിയുന്ന മറ്റൊട്ടനവധി വ്യക്തികളും സമ്മേളിച്ച ഒരു സദസ്സെന്നുള്ള നിലയിൽ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങളുടെ ചരിത്ര പശ്ചാത്തലം വിശദമാക്കുന്ന ഒരു പുസ്തകം, അതോടൊപ്പം കേരളത്തിൻ്റെ കാർഷിക സമര ചരിത്രത്തിൽ മാധ്യമങ്ങളും സാഹിത്യവും നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ കൂടി പരിശോധിക്കുന്നൊരു പുസ്തകമാണ് ഡോക്ടർ വി ശിവദാസൻ രചിച്ചിട്ടുള്ളത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ഡോക്ടർ ശിവദാസൻ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സഖാവ് നടത്തിയിട്ടുള്ള വലിയ ഒരു വിവരശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്.